ഞാനൊരല്പം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓയിലോട്ട് ഈ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കണം. വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. കാന്താരിയ അത് ചതച്ചിട്ട് കൊടുക്കാം. ചെറിയ ചുവന്നുള്ളി ചതച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓയിലൊന്നും ഒഴിക്കാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടി ഉള്ളി വയറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പച്ച ചവ കാണത്തില്ല, ഇങ്ങനെ വേറെ മൂപ്പിച്ചിട്ട് ഇടുമ്പോൾ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു തക്കാളിയെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കുക. അരപ്പൊക്കെ കഴുകിയ വെള്ളമാണ് ഞാനെടുക്കും. ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 3/4 ഭാഗം വെന്തു. അതിനകത്തോട്ട് തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കണം. 1/4 പാലെടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഇങ്ങനെ ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടി. കുറച്ച് പുതിനാല ഇട്ട് കൊടുക്കണം. കൂടെ ചേർത്ത് യോജിപ്പിക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല വൃത്തിയായിട്ട് റോസ്റ്റായി. റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ടിൻ്റെ റോസ്റ്റ്. ഞണ്ടിൻ്റെ തോട് ഞാൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തേക്കാം. അതിനകത്തോട്ട് ഈ ഞണ്ട് വെച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ്.